അത് കഴിഞ്ഞ് ഇവൻ ക്ലാസ്സായി ഇവിടെ വന്നിട്ട് ആദ്യത്തെ കുർബാന അർപ്പണത്തിന് എല്ലാ വൈദികരും നോക്കി നിൽക്കേ ഇവനൊന്ന് പൊങ്ങി അങ്ങ് ഒറ്റ വരെ പൊങ്ങിപ്പോയി കുർബാന ഉയർത്തുന്നത്. അത്രയ്ക്ക് വലിയ വിശുദ്ധനാണ്, എന്നോ യാതൊരു കഴിവില്ലാത്ത ആളായി. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനം നമ്മളിൽ നടക്കുന്നത് നമ്മുടെ കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ അല്ല. ദൈവത്തിൻ്റെ കരുണയാണ്, കൃപയാണ് എല്ലാത്തിൻ്റെയും. മനസ്സിലാണല്ലോ? ഇത് ഈ പടം കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് മനസ്സിൽ കയറും. ഇല്ല, അത് എൻ്റെ അടുത്തില്ല. നിങ്ങൾ യൂട്യൂബിൽ ഇൻ്റർനെറ്റിൽ യൂട്യൂബിൽ കണ്ടാൽ മതി. ഇവിടെ ഇപ്പോൾ അത് നമുക്ക് കാണിക്കാൻ ഒരു സംവിധാനമില്ല. അല്ലെങ്കിൽ ആ പുസ്തകം വായിക്കുകയൊക്കെ ചെയ്യണം. ഓക്കെ, അപ്പം നമുക്കുണ്ടാകേണ്ട ഒരു ദൈവരാജ്യ അനുഭവത്തിന് ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാന കാര്യം കരുണ കാണിക്കുന്നവർക്ക് കരുണ ലഭിക്കും. കരുണ കാണിക്കുന്നവർക്ക് കരുണ നമ്മുടെ പ്രാർത്ഥനയിലൂടെ കിട്ടണ ഒരു സാധനമാണെന്ന് കിട്ടുമായിരിക്കും. പക്ഷെ അതിനേക്കാൾ ഉപരി കരുണ നമ്മൾ കാണിക്കണം മറ്റുള്ളവരോട്. നമ്മളിൽ കർത്താവായ യേശു കരുണ സാഗരമായ ദിവ്യകാരുണ്യമായ ആ യേശു നമ്മളിൽ ഉണ്ട് എങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ അടയാളം നമ്മൾ കരുണ കാണിക്കണം. അതാണ് അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ ഒരു പ്രധാന രഹസ്യം. കരുണയുള്ളവർക്ക് കരുണ ലഭിക്കും. ഇതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. പക്ഷെ നമുക്ക് കാലക്രമേണ വ്യക്തിപരമായി ആ ക്രിസ്താനുഭവം, വ്യക്തിപരമായ ദൈവാനുഭവം ഉണ്ടാകുമ്പോൾ അതാണ് ദൈവരാജ്യം ഈക്വൽ ടു സ്നേഹരാജ്യം. ബിക്കോസ് ദൈവം സ്നേഹം. ഇങ്ങനെ ഒരു കണക്കാണ് എഴുതി വെച്ച്, ദൈവരാജ്യം ഈക്വൽ ടു സ്നേഹരാജ്യം. എന്തുകൊണ്ടെന്നാൽ ദൈവം സ്നേഹമാവും. സിമ്പിൾ. ഈ മദർ തെരേസയുടെ എല്ലാം വിജയം അതായിരുന്നു. ഇനി നമ്മൾ ഇതിൻ്റെ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ, നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾക്കുണ്ടാകേണ്ട പ്രധാനമായിട്ടൊരു മാറ്റം എന്താ? നമ്മുടെ ക്രിസ്ത്യൻ സമുദായം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇന്നത്തെ ക്രിസ്ത്യൻ സമുദായം എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിൽ മാമോദീസയാണ്, നമ്മൾ പോകണം വായിക്കരുത്. കാരണം അവർ നമ്മുടെ കൊച്ചിന് മാമോദീസയ്ക്ക് വന്നതാണ്. ഇല്ലേ? അവിടുത്തെ കല്യാണത്തിന് പോകണം, അവർക്കൊരു സമ്മാനം കൊടുക്കണം. കാരണം നമ്മുടെ വീട്ടിലെ കല്യാണത്തിന് അവരൊരു സാരി തന്നു, അല്ലെങ്കിൽ വള തന്നു, അതുകൊണ്ടാണ് കൊടുക്കുന്നത്. ഈ ക്രിസ്മസ് ആയിട്ട് നമ്മുടെ അയൽവക്കത്ത് അവരുടെ വീട്ടിൽ ഹിന്ദുക്കളാണെങ്കിൽ നമുക്ക് അവിടെ പലഹാരം കൊടുക്കണം. കാരണം അവർ ദീപാവലിക്ക് നമുക്ക് പലഹാരം തന്നതാണ്. ഇതിൽ കൂടുതൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? നമ്മളെ ഒന്ന് ശരിക്കും നോക്കിയാൽ നമ്മൾ എന്താണ് നമ്മുടെ ഒരു സാധാരണ നാട്ടു നടപ്പ്? ഒരിടവകയിൽ ഒരു ക്രിസ്തീയ ജീവിത സാഹചര്യത്തിൽ നമ്മളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരുടെ അടുത്ത് നമ്മൾ പോകുന്നു, അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കണം. നമ്മളെ സ്നേഹിക്കാത്തവര്, ശത്രുക്കൾ അതിലെ വരുന്നത് കാണുമ്പോൾ നമ്മൾ ഇതിലേ പോകുന്നു. വെറുതെ ആവശ്യമില്ലാണ്ട് കുഴപ്പമില്ലാണ്ട് അതുകൊണ്ട് നമുക്ക് ആ വഴിക്ക് പോകണ്ട കേട്ടോ, നമുക്ക് ഈ വഴിക്ക് പോകാം. ഇതാണോ ഈശോ പറയുന്നത്? എന്നിട്ട് പറയാണ്, നിങ്ങളെ സ്നേഹിക്കുന്നവരെ ആണ് നിങ്ങൾ സ്നേഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ക്രിസ്ത്യാനികളാണോ? നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രമാണ് നിങ്ങൾ സ്നേഹിക്കുന്നതെങ്കിൽ എന്ത് പ്രയോജനം?
വിജാതീയരും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. എന്നെ വളരെയധികം സ്പർശിച്ചത് ഈ വാക്കാണ്. വിജാതീയരും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ ആരാ? ഞാൻ ഒരു ദൈവമകനാണ്. അതുകൊണ്ട് എനിക്ക് ശത്രുക്കളെ സ്നേഹിക്കാനുള്ള കപ്പാസിറ്റി പരിശുദ്ധാത്മാവിലൂടെ ദൈവം തന്നിട്ടുണ്ട് എന്നുള്ളതാണ് ക്രിസ്തീയ ദൈവരാജ്യത്തിൻ്റെ മറ്റൊരു രഹസ്യം. ദൈവരാജ്യത്തിൻ്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് തന്നെ വെറുക്കുന്നവരെ, തന്നെ ദ്രോഹിക്കുന്നവരെ, തൻ്റെ ശത്രുക്കളെ സ്നേഹിച്ച് മിത്രമാക്കാനുള്ള ശക്തി അതിൽ തന്നെ ഉണ്ട്. അതാണ് ദൈവരാജ്യത്തിൻ്റെ ശക്തി. ദൈവരാജ്യം വാക്കുകളിലല്ല, ശക്തിയിലാണ്. എന്ത് ശക്തിയാണ്? വാളിൻ്റെ ശക്തിയാണോ? വെടിയുണ്ടയുടെ ശക്തിയാണോ? അല്ല, സ്നേഹത്തിൻ്റെ ശക്തി. അന്ന് രണ്ടാം ലോകമഹായുദ്ധം നടക്കുന്ന സമയത്ത്, ക്രിസ്ത്യാനികൾ യഹൂദരെ കൊന്നൊടുക്കുന്ന സമയത്ത്, ഇവിടെ ഈ ഭാരതത്തിൽ ഒരു MK ഗാന്ധി ഈ സ്നേഹത്തിന്റെ നിയമം ഉപയോഗിച്ചുകൊണ്ട് ക്രിസ്ത്യാനി രാഷ്ട്രമായ ഗ്രേറ്റ് ബ്രിട്ടനെ തൻ്റെ സ്നേഹത്തിന്റെ ശക്തിയിലൂടെ ഒരു വിപ്ലവം നടത്തുകയാണ്. എവിടെ നിന്ന് അദ്ദേഹത്തിന് ഈ തത്വം കിട്ടി? അതാണ് മലയുടെ പ്രസംഗത്തിൽ അദ്ദേഹത്തെ ഏറ്റവും സ്പർശിച്ചതാണ്. ദുഷ്ടനെ എതിർക്കരുത്. മലയുടെ പ്രസംഗത്തിൽ മത്തായി 5-ാം അധ്യായം 39-ാമത്തെ വചനത്തിൽ പറയുകയാണ്, ദുഷ്ടനെ എതിർക്കരുത്. ലിയോ ടോൾസ്റ്റോയ് എഴുതിയ പ്രസിദ്ധമായ 2 പുസ്തകങ്ങളാണ് വാർ ആൻഡ് പീസ്. അതിനേക്കാൾ പ്രധാനമായത് ദൈവരാജ്യം നിന്നിൽ തന്നെ എന്നൊരു പുസ്തകം. സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് ഒരു പ്രൊട്ടസ്റ്റന്റ് പാസ്റ്റർ ഈ പുസ്തകം MK ഗാന്ധിയുടെ കയ്യിൽ കൊടുത്തു. അപ്പോഴാണ് അദ്ദേഹത്തിന് ഇതിൻ്റെ അർത്ഥം മനസ്സിലായത്. അതിൻ്റെ പ്രധാന വിഷയം ശത്രുവിനെ എതിർക്കരുത്. അതിൻ്റെ വിശദീകരണം മനസ്സിലാക്കിയപ്പോൾ ഈ പുസ്തകം കക്ഷത്തിൽ വെച്ച് അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോന്നു. ന്യൂ ടെസ്റ്റ്മെന്റും കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു എന്ന ലിയോ ടോൾസ്റ്റോയുടെ പുസ്തകം ഇതൊക്കെ ലൈബ്രറികളിലൊക്കെ ഉണ്ടാവും. കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു എന്ന ലിയോ ടോൾസ്റ്റോയുടെ ആ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ മഹാത്മാഗാന്ധിയെ കുറിച്ചുള്ള ഒരു സാക്ഷ്യം കൂടി എഴുതിയിട്ടുണ്ട്. ആ പുസ്തകമാണ് മഹാത്മാഗാന്ധിയെ ഈ ക്രിസ്തുവിൻ്റെ രഹസ്യത്തിലേക്ക് നയിച്ചത്. ശത്രുവിനെ എതിർക്കരുത് എന്ന് പറയുമ്പോൾ, ശത്രുവിനെ എതിർക്കുമ്പോൾ ഒരു പന്തടിക്കുമ്പോൾ പന്ത് പൊങ്ങിപ്പോകുന്ന മാതിരിയെ കൂടുതൽ ശത്രുത ഉണ്ടാകുകയാണ്. ഒരാൾ നമ്മുടെ അടുത്ത് വരികയാണ്, നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ പറഞ്ഞ ആവശ്യമില്ലാണ്ട് ഭയങ്കരമായിട്ട് തെറി പറയാം. നമ്മൾ കുറേ നേരം കേട്ടിട്ട് നമുക്ക് ഈ പറയുന്നത് നമ്മൾ പറയടാ നിന്നെ രണ്ടടിച്ചിട്ട് കാര്യമുള്ളത് പറഞ്ഞ് നമ്മൾ രണ്ടടിയെ കൊടുത്തു. ഇവന്തെന്തായി? ശത്രുവിനെ എതിർത്തില്ലേ? ശത്രുവിനെ എതിർത്തോ? ഇത് നീ മിണ്ടിപ്പോയാൽ നിന്നെ അടിക്കുന്നു പറയും. എതിർക്കുമ്പോൾ എന്താവും? അടി നടക്കും. ഇപ്പൊ ആർക്കാ സന്തോഷം? സാത്താൻ സന്തോഷമായി. കാരണം ഇപ്പൊ രണ്ടുപേരും ഒരു പാർട്ടിയായി, രണ്ടുപേരും ഒന്നായി. സാത്താനാണ് നമ്മളോട് പറയുന്നത്. അവൻ നമ്മളെ പ്രകോപിപ്പിച്ചുകൊണ്ട് നമ്മൾ അവനെ എതിർക്കുമ്പോൾ നമ്മൾ ആരായി? നമ്മളും ആ പാർട്ടിക്കാരൻ തന്നെ ആയി. മനസ്സിലായോ? അതുകൊണ്ട് മനുഷ്യനെ ശത്രുവിനെ എതിർക്കാനുള്ള കഴിവില്ല. ആരാണ് ശത്രുവിനെ എതിർക്കേണ്ടത്? അതാണ് വിശുദ്ധ കുരിശിനാണ്. വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം ഞങ്ങളുടെ തമ്പുരാനെ. നമ്മൾക്ക് ശത്രുവിനെ എതിർക്കാനുള്ള കഴിവില്ല. ദൈവം തന്നിട്ടില്ല കഴിവ്. മറിച്ച് ദൈവം തന്നെ ശത്രുവിനെ എതിർത്തോളും. നമ്മൾ എതിർക്കരുത്. ദൈവമേ നീ എന്തിനുണ്ടല്ലോ, നീ അതിനെ എതിർക്കരുത്. അതാണ് ദൈവരാജ്യത്തിൽ. അതുകൊണ്ട് ഈശോ പറഞ്ഞു, ഞാൻ ദൈവകരങ്ങൾ കൊണ്ടാണ് ഈ ശാചിനെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ ദൈവ
നമ്മൾ പലപ്പോഴും ആരെങ്കിലും ശത്രുതയോടെ നമ്മളോട് പെരുമാറുന്നു. ഇപ്പൊ വീട്ടിൽ തന്നെ നിസാര കാര്യത്തിന് വഴക്കടിച്ചു, നമ്മൾ ഉടനെ ഒന്ന് പ്രതികരിക്കും. അപ്പോ അത് ദൈവരാജ്യമല്ല. നിസാര കാര്യം ഇപ്പൊ ഭാര്യ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് വൈദ്യുതി ഈ ചായ കുടിച്ച കപ്പ് ഇപ്പോഴും ഇവിടെ തന്നെ ഇരിക്കണമല്ലേ, ഇതെല്ലാം എടുത്ത് മാറ്റാൻ പറ്റാതെ നിസാര കാര്യം. നിങ്ങൾ ഇങ്ങനെ ചൂട് കയറി സംസാരിക്കണമെന്നില്ല, എപ്പോഴും നിങ്ങൾ ഇങ്ങനെ സംസാരിക്കണം. നമ്മൾ ഉടനെ തിരിച്ചടിച്ചു. ഇനി നീലമായി പറഞ്ഞാൽ ഉടനെ ആരാണ് ഇപ്പൊ ആര് ജയിച്ചോടെ? ദൈവരാജ്യം ജയിച്ചോ? ദൈവരാജ്യം ജയിച്ചോ? മറിച്ച് ആദ്യം ഒരാളങ്ങനെ പറഞ്ഞു. അതാരാ പറയണത്? പിശാചാ പറയണം. അതിനെ ദൈവരാജ്യം എന്ത് ചെയ്യണം? മൗനമായിട്ടിരിക്കുക. ആ വാക്ക് ദൈവസ്നേഹത്തിൽ നിന്നല്ലല്ലോ, പിശാചിൻ്റെ പദം ആണ് അവിടെ ഉപയോഗിക്കപ്പെടുന്നത്. അതുകൊണ്ട് നമ്മൾ മൗനം പാലിക്കാൻ സാധിക്കുകയാണെങ്കിൽ അതാണ് നമ്മുടെ ശക്തി, അതാണ് ദൈവരാജ്യത്തിൻ്റെ ബലം. അതാണ് ഈശോ പറയുന്നത്, ദൈവരാജ്യം ബലം പ്രയോഗിച്ച് കരസ്ഥമാക്കുമെന്ന് പറയുന്നത്. ദൈവരാജ്യത്തിൻ്റെ ബലം മൗനതയിലും എളിമയിലും സഹനത്തിലും ലാളിത്യത്തിലും ആണ് അതിൻ്റെ ബലം. മറിച്ച് നമ്മൾ എതിർക്കുകയാണെങ്കിൽ അത് ബലമല്ല, അത് നമ്മുടെ വീക്ക്നെസ്സാണ്. ഇത് ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. നമ്മുടെ വീട്ടിലൊക്കെ വളരെ എളുപ്പമാണ് ഇത് പരിശീലിക്കാൻ. ഒരു 30 സെക്കൻഡ് മൗനം പാലിച്ചാൽ മതി. അപ്പോൾ നമ്മളോട് പറയുന്നത് ഭയങ്കര വിഷമിപ്പിക്കുകയാണ്. നമ്മൾ ഇത്രയും ഞാൻ രാവിലെ മുതൽ ഇത്രയൊക്കെ ചെയ്തിട്ട് അങ്ങേര് വന്നിട്ട് ഇതേമാതിരി പറഞ്ഞല്ലോ, ഇങ്ങനത്തെ മനുഷ്യരുണ്ടാവുന്ന പറഞ്ഞുകൊണ്ട് നമ്മൾ വേറുണ്ടാക്കാൻ നോക്കുമ്പോൾ പെട്ടെന്ന് 30 സെക്കൻഡ് മൗനം പാലിക്കുക. 30 സെക്കൻഡ്, അര മിനിറ്റ് ജയിക്കുന്നില്ല. അപ്പം അയാൾ പറയും, നീ എന്തൊന്നും മിണ്ടാക്കുന്നു. അപ്പോഴും മിണ്ടാതിരിക്കുക. ഇത് നമ്മളെ പരാജയമാണെന്ന് മനസ്സിലാക്കരുത്. ഇത് നമ്മളുടെ വിജയമാണ്, അത് നമ്മുടെ സ്ട്രെങ്താണ്. അതാണ് ഈശോ പറയുന്നത്, ദുഷ്ടനെ എതിർക്കരുത്, ഒരു കരണത്തടിച്ചവന് മറുകരണം കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നത്. ഇടതുവശത്ത് അടിച്ചവന് അല്ലെങ്കിൽ വലതുവശത്ത് അടിച്ചവന് ഇടതുവശം കാണിച്ചു കൊടുക്കുക. വലതുവശത്ത് ആരടിക്കണേ പറയും. വലതുവശത്ത് ഒരാൾ അടിക്കണമെങ്കിൽ അയാളുടെ വലത് കരം കൊണ്ട് അടിക്കാൻ പറ്റുമോ? ഇടത് കരം കൊണ്ടേ വലതുവശത്ത് അടിക്കാൻ പറ്റുമോ? അതൊക്കെ വേറെ വലിയ തത്വമാണ്, ഇതിപ്പോൾ പറയണ്ട. അറ്റ്ലീസ്റ്റ് ഇത്രയും മനസ്സിലാക്കി, അതിനെക്കുറിച്ച് ചിന്തിച്ചോ എന്താ അതിൻ്റെ അർത്ഥം. വലത് കരണത്തെ അടിച്ചവന് ഇടത് കരണം കാണിച്ചു കൊടുക്കുക. സാധാരണ നമ്മളൊക്കെ അടിക്കുന്നത് വലത് കൈ കൊണ്ടാണ്. വലത് കൈ കൊണ്ട് ഒരാളെ അടിക്കുകയാണെങ്കിൽ അയാളുടെ ഇടതുവശത്തെ അടികൊള്ളുള്ളൂ. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്നത് വലതുവശത്ത് അടിച്ചവനെ ഇടതുവശം കാണിച്ചു കൊടുക്കാൻ. അപ്പോൾ വലതുവശത്ത് സാധാരണ അടിക്കുന്നത് വലത് കൈ കൊണ്ടല്ല, ഇടത് കൈ കൊണ്ടാണ്. അതിനെ അന്നത്തെ ഒരു തത്വത്തിൽ യഹൂദര് മറ്റുള്ളവരെ വളരെ പുച്ഛത്തോടെയാണ് പരിഗണിച്ചിരുന്നത്. ആ ഒരു വലത് കരം കൊണ്ട് അടിക്കുക പോലും ചെയ്യില്ലായിരുന്നു. അവനെയൊക്കെ അടിക്കണമെങ്കിൽ വലതുകരം അടിക്കരുത്, അവനെയൊക്കെ ഇടതുകരം വെച്ച് അടിക്കാൻ പാടുള്ളൂ. അത്രയ്ക്ക് അവിടെ മറ്റുള്ള മനുഷ്യരെ പുച്ഛത്തോടെയാണ് കണ്ടിരുന്നത്. വലതുകരം പവിത്രമായ കരമാണ്, അത് ഉപയോഗിക്കരുത്. അവനെയൊക്കെ ഇടതുകരം വെച്ച് അടിക്കണം. അപ്പോൾ ഇടതുകരം കൊണ്ട് അടിക്കുന്നതാണ് വലതുവശത്ത് വീഴുന്നത്. അവന് നീ വലതുവശത്ത് അടിക്കവന് ഇടതുവശം കാണിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ അതിൻ്റെ വലിയ ബൈബിളിലെ വളരെ വിസ്മയീയമായൊരു കാര്യമാണ് ഇത്. ദുഷ്ടനെ എതിർക്കരുത്. ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങളിൽ പ്രധാനമായ ഒന്ന്, ഇത് മഹാത്മാഗാന്ധിക്ക് അല്ലെങ്കിൽ MK ഗാന്ധിക്ക് മനസ്സിലായി. അതാണ് അദ്ദേഹത്തെ മഹാത്മാഗാന്ധിയാക്കിയത്. അതുകൊണ്ടാണ് ആ ഉപ്പു സത്യാഗ്രഹമൊക്കെ നടക്കുന്ന നേരത്തെ നിങ്ങൾ
ചെല്ലുക, അവരടിക്കും, അടിക്കൊള്ളുക, തിരിച്ചടിക്കണം. ആ തത്വത്തിൽ അങ്ങനെ നടക്കുമ്പോഴാണ് ചിലവർക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ചിലവർക്ക് ഇത് പറ്റണില്ല, അവർ ആക്രമണം ആരംഭിച്ചു. ഉടനെ പുള്ളി പറഞ്ഞാൽ ഈ യുദ്ധത്തിലില്ല, കാരണം ഇത് നമ്മുടെ പ്രിൻസിപ്പിളിനെതിരാണ്. ഞാൻ നിസ്സഹത. അവസാനം അവിടെ വന്ന് ക്ഷമ ഇതിപ്പോൾ വീണ്ടും തുടങ്ങി. ആ ശക്തി മുഴുവനും ദൈവരാജ്യത്തിൻ്റെ ശക്തിയാണ്. ഓക്കെ, വേറൊരു കാര്യം പറയാം. അപ്പോൾ ശത്രുവിനെ സ്നേഹിക്കുന്ന കാര്യത്തിലാണ് ഇതൊക്കെ പറയുന്നത്. ശത്രുവിനെ സ്നേഹിക്കുന്ന ഒരു പ്രാക്ടീസ് നമ്മുടെ വീട്ടിൽ തന്നെ തുടങ്ങണം. ആരാ ശത്രു? ചിലപ്പോൾ നമ്മളുടെ ജീവിത പങ്കാളിയായിരിക്കാം, നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി തന്നേക്കണം ശത്രു. ഇത് നമ്മൾ പരിശീലിക്കണ്ടേ? എവിടെ പരിശീലിക്കും? ഇത് വീട്ടിൽ നിന്ന് തന്നെ പരിശീലിക്കണം. പരിശീലിക്കണ ഇതാണ്. ഇന്നു മുതൽ നിങ്ങൾ ഈ വിവരം മനസ്സിലായില്ലോ. അതുകൊണ്ട് ശത്രുവിനെ എതിർക്കരുത്. നമ്മൾക്കെതിരായിട്ട്